ചണ്ഡീഗഡ് ഇന്ത്യയുടെ ആദ്യ ആസൂത്രിത നഗരത്തിന്റെ ഭംഗി അറിഞ്ഞൊരു യാത്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഫ്രഞ്ച് ആർക്കിടെക്ട് ലേ കോർബസിയറോട് നഗരം ആസൂത്രണം ചെയ്യാൻ നിർദ്ദേശിച്ചത്. മരങ്ങളുടെ കൂടെ നഗരമായിട്ടാണ് അദ്ദേഹം ചണ്ഡീഗഡ് നഗരത്തെ വിഭാവനം ചെയ്തത്. വിദേശ രാജ്യങ്ങളിലേതുപോലെയാണ് റോഡുകളും ചെറിയ കവലകളും. അതിവിശാലം. സാധ്യമായിടങ്ങളിലെല്ലാം മരങ്ങൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. കൗതുകമുള്ള ഒരു കാര്യം സ്ഥലനാമങ്ങൾക്ക് പകരം സെക്ടറുകളാണ് നഗരത്തിൽ എന്നതാണ്. ഓരോ സെക്ടറിലും കടകളും മറ്റും റോഡിൽ നിന്ന് അകലെയായി നിർമ്മിച്ചിട്ടുണ്ട്. പാർക്കിംഗ് രേഖകളിൽ കൃത്യമായി വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതും നമുക്ക് അന്യമായ കാഴ്ചയാണ്. 1952 സിവാലിക് മലനിരകളുടെ അടിവാരത്തിലുള്ള ഈ നഗരത്തിന് തറക്കല്ലിട്ടു. പിന്നീട് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായും കേന്ദ്രഭരണ പ്രദേശമായും ചണ്ഡീഗഡ് മാറി. ചണ്ഡീഗഡിലെ 3 പ്രധാന ലൊക്കേഷനുകളാണ് റോക്ക് ഗാർഡനും റോസ് ഗാർഡനും സുഖ്ന തടാകവും. ചണ്ഡീഗഡിന്റെ മുഖമുദ്രയാണ് റോക്ക് ഗാർഡൻ. 40 ഏക്കറിൽ നഗരത്തിനുള്ളിൽ ഈ ശിലോദ്യാനം സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണമായും പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ശില്പങ്ങളും നിർമ്മിതികളുമാണ് റോക്ക് ഗാർഡന്റെ പ്രത്യേകത. പത്മശ്രീ നെക്ചന്ദ് 1957 റോക്ക് ഗാർഡന് തുടക്കമിടുന്നത്. ടെറാക്കോട്ട പോരാളികൾ, മൃഗങ്ങൾ, കലാരൂപങ്ങൾ എന്നിവ മുതൽ 2 വലിയ വെള്ളച്ചാട്ടങ്ങൾ വരെ റോക്ക് ഗാർഡനിലുണ്ട്. അതിൽ രണ്ടാമത്തെ വെള്ളച്ചാട്ടം കൂടുതൽ ആകർഷണമുള്ളതാണ്. വലിയൊരു കോട്ട മതിലിനുള്ളിലേക്ക് ചെല്ലുന്ന പ്രതീതി. എതിർവശത്ത് ഉയരത്തിലുള്ള വെള്ളച്ചാട്ടം. പൊട്ടിയ ടൈലുകൾ മനോഹരമായി ഒട്ടിച്ചു ചേർത്ത് ഓപ്പൺ തിയേറ്ററും അടുത്തായുണ്ട്. റീസൈക്കിൾഡ് പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ റോക്ക് ഗാർഡൻ ചണ്ഡീഗഡ് എന്ന ഗാർഡൻ സിറ്റിയുടെ മുഖമുദ്രയായി നിലകൊള്ളുന്നു. രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെയാണ് സന്ദർശന സമയം. സാക്കിർ ഹുസൈൻ റോസ് ഗാർഡൻ ഏഷ്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡനുകളിൽ ഒന്നാണ് ചണ്ഡീഗഡിലേത്. നഗരത്തിലെ പച്ചപ്പാർന്ന വലിയൊരു പാർക്കും റോസാപ്പൂക്കളുടെ ശേഖരവുമാണ് റോസ് ഗാർഡൻ. മുൻ രാഷ്ട്രപതിയായിരുന്ന സാക്കിർ ഹുസൈന്റെ പേരിലാണ് റോസ് ഗാർഡൻ അറിയപ്പെടുന്നത്. സ്ഥാപിക്കപ്പെട്ട റോസ് ഗാർഡൻ 10 ഏക്കർ വിസ്തൃതിയുള്ള ഒരു മൈതാനമാണ്. പൂച്ചെടികൾ മാത്രമല്ല, റോഡോ ഡെൻഡ്രോൺ അടക്കമുള്ള മരങ്ങളും വലിയൊരു കുളവും റോസ് ഗാർഡനിലുണ്ട്. 1600-ലധികം റോസാ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. സുഖ്ന തടാകം നഗരഹൃദയത്തിലെ ശുദ്ധജല തടാകമാണ് സുഖ്ന. 3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് സുന്ദരമായ ഈ തടാകത്തിന്. സുഖ്ന വന്യജീവി സങ്കേതത്തിൽ നിന്ന് വരുന്ന അരുവി ഈ തടാകത്തിലേക്ക് ചേരുന്നു. സുഖ്നയിലെ പ്രഭാത കാഴ്ച അതിമനോഹരമാണ്. സൈബീരിയൻ താറാവ് പോലെയുള്ള ദേശാടന കിളികളുടെ ഇഷ്ടതാവളമാണ് സുഖ്ന. തടാകത്തിലെ മനോഹരമായ പ്രഭാതവും റോസ് ഗാർഡനിലെ പുഞ്ചിരിപ്പൂവുകളും നഗരത്തിലെ വിശാലമായ പാതകളും കാണുമ്പോൾ ചണ്ഡീഗഡിന്റെ വിശേഷണം അർത്ഥപൂർണമാകുന്നു. ചണ്ഡീഗഡ്, the city of beautiful.